أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم. നമ്മൾ മബിനി 4 വിധം എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് കസറിൻ്റെ മേൽ മബിനി പറഞ്ഞു, രണ്ടാമത്തത് ഫത്ഹിൻ്റെ മേൽ മബിനി, മൂന്നാമത്തത് ലമ്മിൻ്റെ മേൽ മബിനി. അതിന് ഉദാഹരണം ഖബ്ല്, ബഅദ് എന്നൊക്കെ പറയാം. ഖബ്ല്, ബഅദ് ഇവകള് ലമ്മിൻ്റെ മേൽ മബിനി ആവണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താന്ന് വെച്ചാൽ അതിനുശേഷം ഒരു മുലാഫ് ഇലൈഹി ഉണ്ടാവും. അത് കളയപ്പെട്ട് അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കണം. ഉദാഹരണം പറഞ്ഞാല് ഖബ്ല ദാലിക അല്ലെങ്കിൽ ഖബിലിഹി, ഖബ്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം ഒരു ലഫ്ള് ഉണ്ടാവും ഇലാഫ് ചെയ്തിട്ട്, അതിനെ കളയപ്പെടണം. എന്നിട്ട് അതിന്റെ അർത്ഥം കരുതുകയും വേണം. മനസ്സിലായോ? അപ്പൊ മുലാഫിലേഹി ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക, അതിന്റെ മഅന ഉദ്ദേശിക്കുക. പക്ഷെ പറയാൻ പറ്റൂല, ലഫ്ദിൽ പറയാൻ പറ്റൂല. എന്നാലേ അത് മബനിയാവുള്ളൂ. അപ്പോൾ അവിടെ വേറെ കുറെ രൂപമുണ്ട്. മുലാഫ് ഇലൈഹി ഇല്ല, ഖബലക്ക് ശേഷം മുലാഫ് ഇലൈഹി ഇല്ല, അപ്പൊ മുഅറബായിരിക്കും. അല്ലെങ്കിൽ മുലാഫ് ഇലൈഹി ഉണ്ട്, കളയപ്പെട്ടിട്ടില്ല, അപ്പോഴും മുഅറബായിരിക്കും. മനസ്സിലായോ? മുലാഫ് ഇലൈഹി ഉണ്ട്, കളയപ്പെട്ടിട്ടില്ല, അപ്പോഴും മുഅറബായിരിക്കും. അല്ലെങ്കിൽ മുലാഫിലേഹി കളയപ്പെട്ടു, അതിന്റെ മഅന ഉദ്ദേശിച്ചില്ല, അപ്പോഴും എന്തായിരിക്കും? മുഅറബായിരിക്കും. മബിനി ആവണമെങ്കിൽ മഅന ഉദ്ദേശിച്ചിട്ടില്ല അല്ല, നമ്മൾ മുഅറബിന്റെ അവസരം അപ്പൊ പറഞ്ഞേ. മബിനി ആവണമെങ്കിൽ മുലാഫിലേഹിയെ കളഞ്ഞ് അതിന്റെ മഅന ഉദ്ദേശിക്കണം. മുലാഫിലേഹി അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ലഫ്ദിൽ ഉണ്ടാവാൻ പാടില്ല, പറച്ചിൽ ഉണ്ടാവാൻ പാടില്ല. അവിടെ നമ്മൾ കളയുക, എന്നിട്ട് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുക. അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതാണ് മബിനി. മുഅറബാണ് മുലാഫിലേഹി അവിടെ കളഞ്ഞു, മുലാഫിലേഹി കളഞ്ഞു, അതിന്റെ മഅന ഉദ്ദേശിക്കാതിരുന്നു, അപ്പൊ മുഅറബാവും. അപ്പൊ മബിനി ആവണമെങ്കിൽ മുലാഫിലേഹിയെ കളഞ്ഞ് അതിന്റെ മഅന ഉദ്ദേശിക്കണം എന്നർത്ഥം. ചുരുക്കി പറഞ്ഞത് മുലാഫിലേഹി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു ഇസ്മു വേറെ വരും. ആ ഇസ്മിനെ കളഞ്ഞിട്ട് അതിന്റെ മഅന ഉദ്ദേശിച്ചാലേ ലമ്മിന്റെ മേൽ മബിനിയാവൂ. അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ അത് മുഅറബായിരിക്കും, ഖബലും ബഅദൊക്കെ. ഓക്കെ ആണോ? ഇതാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ. അതിന് 2-3 ഉദാഹരണം പറയും. ഓക്കെ, നോക്കാം. വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മ്. വൽ ഖിസ്മു സാലിസു, മൂന്നാമത്തെ ഖിസ്മ്. മാ, ഒന്നാണ്. യുബ്ന, അത് മബിനിയാക്കപ്പെടും. അല ലമ്മി, ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടും. വദാലിക, അത് ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടുന്ന പദം ഏതുപോലെ? ഖബ്ലു, ഖബ്ലു എന്നതുപോലെ. വബഅദു, ബഅദു എന്നതുപോലെ. ഖബ്ലു എന്നുള്ള പദം ലമ്മിന്റെ മേൽ മബിനിയാകും, ബഅദു എന്നുള്ളതും ലമ്മിന്റെ മേൽ മബിനിയാകും.
വ അഖവാത്തിഹിമ, ഇവർ രണ്ടിൻ്റെയും സഹോദരിമാരും. ഖബലിൻ്റെയും ബഅദിൻ്റെയും. ഖബല എന്ന് പറഞ്ഞാൽ മുൻപ് എന്നാണ് അർത്ഥം, ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് അർത്ഥം. ഇവരുടെ സഹോദരിമാരുണ്ട്. അതേതാ സഹോദരിമാര്? മിനൽ ജിഹാത്തി സിത്തി, 6 ഭാഗങ്ങൾ. 6 ഭാഗങ്ങൾ. എങ്ങനെ? 6 ഏതൊക്കെയാണ്? വഹിയ അൽ ഫൗഖു, മുകളിൽ, വത്തഹ്തു, താഴെ. മുകളില് താഴെ, അപ്പൊ 2 വശമായി. വൽ യമീനു, വലത്ത്, വശിമാലു, ഇടത്ത്, വൽ വറാഉ, പുറകിൽ, വൽ അമാമു, മുമ്പിൽ. ഇപ്പൊ നമ്മൾ സാധനം എടുക്കുന്നത്, ഇതൊരു മൊബൈൽ ഫോണാണ്. ഇതിന് 6 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ മോൾ ഭാഗം, അതാണ് ഫൗക്ക്. പിന്നെ തഹ്ത്ത്, താഴെ. യമീന്, ഷമാല്, മുൻപില്, അത് ബാക്കില്. അപ്പൊ ഇതൊക്കെ മബിനിയാണ്. ഇതൊക്കെ മബിനിയാവും, ദമ്മിന്റെ മേൽ മബിനിയാവും. ഓക്കെ ആണോ? അതുപോലെ അഹദാ അഷറ എന്ന് പറഞ്ഞത് വേറെ, അത് ഫത്തുവിന്റെ അഭിനയി. അത് 2 ഭാഗം ഉണ്ടാവും, 2 പാർട്ട് ഉണ്ടാവും. അതിന്റെ സഹോദരിമാര് പറഞ്ഞാൽ ശരിയാണ്, എന്റെ സഹോദരിമാരെന്ന് പറഞ്ഞത് ശരിയാണ്. അതുപോലെ അത് എണ്ണാണ്. 13, 14, 15, 16, 17, 18, 19 അതുവരെ. ഇവിടെ അതെ അതെ അതെ, ജിഹാത്തു സിത്ത് എന്നാ പറയാ. ജിഹാത്തു സിത്ത്, 6 വശങ്ങൾ. പിന്നെ അവലു, അവലു എന്നുള്ളതും വരും. ദൂനു, ദൂനു എന്നുള്ളതും വരും. ഇതൊക്കെ കൂടാതെ എന്നർത്ഥം. അവലു എന്ന് പറഞ്ഞാൽ ആദ്യം, തുടക്കം. ഇതൊക്കെ അഭിനയം. അത് ഈ ഭാഗത്തിലല്ല, അത് ഇതിലല്ല, ഈ 6 ഭാഗത്തും പെട്ടതല്ല. അത് ദൂനു എന്ന് പറഞ്ഞാൽ നമ്മള് മിൻദൂനിർ റഹ്മാൻ, മിൻദൂനിഹി, അത്തഖിദു മിൻദൂനിഹി എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മള് യാസീനില്ലേ. ആ ദൂനി എന്നുള്ളത് അത് മുഅറബാണ്. കാരണം അവിടെ മിൻദൂനിഹി എന്നുള്ള ഹി എന്നുള്ളതിലേക്ക് ഇലാഫത്ത് ചെയ്തു, അല്ല ഫുദിലുണ്ട് അത്. അപ്പൊ അത് മുഅറബാണ്. അതുകൊണ്ട് മിൻ ദൂനി എന്ന് പറഞ്ഞത്, മിൻ ജെറി എന്ന അക്ഷരാണല്ലോ മിൻ. അപ്പൊ ദൂനി എന്ന് മുഅറബായി. ചില സ്ഥലത്ത് ദൂന, ദൂനു എന്ന് പറയും, ലമ്മിന്റെ അഭിനയായിട്ട്. അതെപ്പോഴാണ് അഭിനയാകുക? നമ്മൾ നിയമം പറയണത്, ഏത് മുലാഫിലേഹിയെ കളയപ്പെട്ട് അതിന്റെ അർത്ഥം ഉദ്ദേശിക്കപ്പെടുമ്പോൾ. ഓക്കെ ആണോ? മുലാഫിലേഹി എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു ഇസ്മു വരിക. അതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ഇസ്മു വരിക. ആ ഇസ്മിനെ കളയുക. കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്? അതിന്റെ മയന ഉദ്ദേശിക്കണം, അതിന്റെ അർത്ഥം ഉദ്ദേശിക്കണം. എന്ന് പറഞ്ഞാല് അവിടെ ആ പദം ഉണ്ടാവില്ല, ഇല്ലെങ്കിലും ആ പദത്തിന്റെ അർത്ഥം അവിടെ ഉണ്ട് എന്ന് വെക്കും നമ്മൾ. അപ്പോഴേ ലമ്മിന്റെ അഭിനയാവും. ഉദാഹരണം പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞുതരാം. മുലാഫ് ഇലൈഹി എന്ന് പറഞ്ഞാല് എളുപ്പം മനസ്സിലാവാൻ, റസൂലുള്ളാഹി എന്താ അതിന്റെ അർത്ഥം? റസൂലുള്ളാഹി. റസൂല് എന്നുള്ളത് ഒരു പദാണ്, അള്ള വേറെ പദാണ് അല്ലേ. അപ്പോ റസൂല് എന്നുള്ളതിനെ അള്ളാഹുവിലേക്ക് ചേർത്തി. അപ്പൊ അള്ളാന്റെ റസൂലായി. ഇല്ലെങ്കിലോ റസൂലുൻ, അള്ളാഹു, അള്ളാഹുവും റസൂലും എന്നൊക്കെ പറയില്ല നമ്മള്. അള്ളാഹുവും റസൂലും എന്നൊക്കെ പറയില്ലേ, അത് വേറെ അർത്ഥം വരിക അതിന്. ഇത് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഒറ്റ പദാണത്, അല്ല ഒറ്റ ആളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അതെ അതെ. അപ്പൊ എന്ത് ചെയ്തു? ചേർത്തിയില്ലേ, അള്ളാഹി എന്നുള്ളത് അവിടെ ചേർത്തിയില്ലേ റസൂൽ എന്നുള്ളതിലേക്ക്. അതുപോലെ ബിസ്മില്ല, അവിടെ ഇസ്മില്ലാഹി, ഇസ്മ എന്ന് പറഞ്ഞാൽ പേര് എന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു, അള്ളാഹുവിന്റെ പേര്. അങ്ങനെ ചേർക്കണതിനാണ് ഇലാഫത്ത് എന്ന് പറയാം.
അങ്ങനെ ചേർക്കുന്നതിനാണ് ഇലാഫത്ത്. ആ പണിക്ക് ഇലാഫത്ത് എന്ന് പറയും. അതിൽ ആദ്യത്തെ ഇസ്മ ഉണ്ടല്ലോ, റസൂലു എന്ന് പറഞ്ഞിടത്ത് റസൂലു എന്നുണ്ട്, അത് മുലാഫ് എന്ന് പറയും. അതിന് ശേഷമുള്ള അള്ളാഹ് എന്നുള്ള പദം മുലാഫ് ഇലൈഹി എന്ന് പറയും. അതേപോലെ ഇവിടെ കബില് എന്ന് പറയുമ്പോൾ കബില് മുലാഫാണ്. അതിനുശേഷം ഒരു ഇസ്മ മുലാഫ് ഇലൈഹി ആയിട്ട് വരും. അതിനെ കളയുക, അതിനെന്ത് ചെയ്തു, കളഞ്ഞു. പക്ഷെ ആ കളഞ്ഞതിന് നമ്മൾ അവിടെ കരുതുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുക, അത് മബിനിയാകുക. എപ്പോഴും അങ്ങനെ എന്തായിക്കൊള്ളുന്നില്ല, മുലാഫിലഹിനെ കളഞ്ഞോളണമെന്നില്ല. എപ്പോഴും മുലാഫിലഹിയെ കളയാതിരുന്നോളണമെന്നില്ല. അപ്പൊ കബിലിന് 2-3 അവസ്ഥ ഉണ്ട്. ചിലപ്പോ മുലാഫിലഹി പറഞ്ഞിട്ട് വരും, ചിലപ്പോ കളഞ്ഞിട്ട് വരും, അങ്ങനെയൊക്കെ വരും. ഇവിടെ ബൈത്ത് കണ്ടോ, ഈ ബൈത്തിൽ കണ്ടോ, ഈ ആയത്തിൽ കണ്ടോ, മിൻ കബിലു ഉണ്ടോ, മിൻ കബിലു ഞാൻ ഷെയ്ഡ് ചെയ്തത്, അവിടെ മുലാഫിലേഹി കളഞ്ഞുകൊണു. അതുകൊണ്ട് മബിനിയായി, അതിന്റെ മായന ഉദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ ഒലബ് എന്നുണ്ടാവും, ഇവിടെ കണ്ടോ, ഐ മിൻ കബിലിൽ ഒലബി, ഈ ഒലബി എന്നുണ്ടാവും അവിടെ. അപ്പൊ വിജയത്തിന് മുമ്പ് അത് കളഞ്ഞു. പക്ഷെ അവിടെ ഉദ്ദേശിച്ചു, മായന ഉദ്ദേശിച്ചു വിജയത്തിന്റെ മുമ്പ് കളഞ്ഞപ്പോ. അതെ, അതാ പറഞ്ഞു, അത് കളഞ്ഞു, അതിന്റെ അർത്ഥം ഉദ്ദേശിച്ചു. എന്നാ നേരെ മറിച്ച് ഇവിടെ നോക്ക്, ഇവിടെ കണ്ടോ, ഇത് നോക്ക്, ജിഅ്തു ക, അപ്പൊ ഷെയ്ഡ് ചെയ്തത്, ഞാൻ നിന്റെ അടുക്കൽ വന്നു, കബില സൈദിൻ കണ്ടോ, സൈദിന്റെ മുമ്പ് വന്നു. അവിടെ സൈദ് എന്നുള്ള മുലാഫിലി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ കബിലു എന്നല്ല വായിച്ച്, കബില എന്നാ വായിച്ച്, നമ്മള് മുറബായിട്ടാ വായിച്ച്, ലമ്മിന്റെ അഭിനയല്ല. ഇനി ഇവിടെ നോക്ക്, ഇവിടെയും കളഞ്ഞു, മിൻ കബിലി എന്ന് കളഞ്ഞു അല്ലെ. ഇവിടെ ഇപ്പൊ ഞാൻ കാണുന്നിടത്തും ശേഷമില്ല, അവിടെ എന്തില്ല, ശേഷം എന്തെങ്കിലും ഉണ്ടാവും. നാദാന്നുള്ളൊരു ഫീലാണുള്ളത്, അത് ഫീലാണ്. ഫീല് മുലാഫിലയായി വരില്ല, ഇസ്മേ മുലാഫിലയാവുള്ളൂ. അപ്പൊ ഇവിടെ അതെ, ഇസ്മിന്റെ പ്രത്യേകതയാണ് ഇലാഫത്ത്, ഫീലിന്റെ പ്രത്യേകത അല്ല ഇലാഫത്ത്. എന്റെ പേന എന്ന് പറയില്ലേ, ഇതാ കലമീ, എന്റെ പേന. അപ്പൊ ഈ പേനയെ എന്നിലേക്ക് ചേർത്തു. എന്റെ ബിരിയാണി തിന്നൽ എന്ന് പറയാം നമ്മള്, എന്റെ ബിരിയാണി തിന്നു. അതെന്താണ്, അത് തിന്നു എന്നുള്ളതിന്റെ മഫൂലാണ്. അതായത് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി അവൻ തിന്നു, അങ്ങനെ പറയും. ഒരു പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യില്ല, എന്റെ പ്രവർത്തിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ സെയ്ദിന്റെ പ്രവർത്തിച്ചു എന്ന് പറയും, ഇല്ലല്ലോ. സെയ്ദ് പ്രവർത്തിച്ചു എന്ന് പറയും, ഞാൻ പ്രവർത്തിച്ചു എന്ന് പറയും. അപ്പൊ ഈ ഫീലിലേക്ക് ചേർക്കൂല. ഫീലിന് നമ്മള് വേറെ പറയാം, അത് ഫായിൽ ഉണ്ടാവും എന്നാ പറയാം. ഫീലിന് ഫായിൽ ഉണ്ടാവും. ഇസ്മിന്റെ ഒരു അടയാളാണ് ഇലാഫത്ത് ചെയ്തു വരും. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, മുലാഫ് ഇലൈഹിയെ കളഞ്ഞു, അതിന്റെ മായന ഉദ്ദേശിച്ചു, അപ്പോൾ ലമ്മിന്റെ മേൽ മബിനിയാവും. ഓക്കെ ആണോ? മുലാഫിലയെ കളഞ്ഞു, അതിന്റെ മായന ഉദ്ദേശിച്ചു. അപ്പൊ അവിടെ വേറെ കുറെ ചോദ്യം വരും. മുലാഫിലഹിയെ പറഞ്ഞു, ഒന്നും നോക്കണ്ട, മോറബായി മബിനിയാവില്ല. ഇനി മുലാഫിലഹിയെ കളഞ്ഞു, അതിന്റെ മായന ഉദ്ദേശിച്ചില്ല, അപ്പോഴും മോറബായി. അത് മുലാഫിലയെ പറഞ്ഞു,
സെയ്ദ് എന്നുള്ളൊരു ഇസ്മിനെ പറഞ്ഞല്ലോ അവിടെ. രണ്ടാമത്തേല് മുദാഫിലയെ കളഞ്ഞു. മുദാഫിലേനെ എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞു. പക്ഷെ അവിടെ എന്തുണ്ട്? അത് ലഫ്ളിൽ തന്നെ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചു, മായനല്ല, ലഫ്ളിൽ തന്നെ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചു. പദ്യത്തിന് വേണ്ടി, അതായത് പദ്യത്തിന് വേണ്ടി അടങ്ങാറായപ്പോ കളഞ്ഞതാണ്. പാട്ട് അല്ലെങ്കിൽ രീതി വെക്കൂല. പാട്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് രീതി വേണല്ലോ, അല്ലെങ്കിൽ അതെന്താവും? കഥയായി പോവും, അല്ലെങ്കിൽ അത് പ്രസംഗമാവും. അപ്പൊ അതിനെന്ത് ചെയ്തു? ഇവിടെ അതിന്റെ മീനിങ് ലഫ്ള് തന്നെ ഉണ്ട് എന്ന് ഉദ്ദേശിച്ചു. ഓക്കെ, ഇനി നോക്കുക. ഫകുല്ലുഹ, എല്ലാം, ഈ പറഞ്ഞ എല്ലാം, സവാഉൻ, സമമാണ്, ഫി ലുസൂമി ലമ്മി, ലമ്മിനെ നിർബന്ധമാക്കുന്ന വിഷയത്തിൽ, ലിൽ ബിനായി, ബിനായിന് വേണ്ടി, ബിനായിന് വേണ്ടി പറഞ്ഞാൽ അഭിനയാവുന്നതിന് വേണ്ടി ലമ്മ് നിർബന്ധമാക്കുന്ന വിഷയത്തിൽ ഈ പറഞ്ഞതൊക്കെ സമമാണ്. ലാക്കിന്ന, പക്ഷേ അവകൾ, ലാക്കിന്ന എങ്കിലും, ഹ അവകൾ, ഇന്നമാ തുബ്ന, തീർച്ചയായും അവകൾ മബിനിയാക്കപ്പെടും, അല ലമ്മി, ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടും. എപ്പോഴാ ലമ്മിന്റെ മേൽ മബിനിയാക്കപ്പെടുക? ഇദാ ഹുദിഫൽ മുലാഫു ഇലൈഹി, മുലാഫ് ഇലൈഹി കളയപ്പെട്ടാൽ, വനുവിയ മഅനാഹു, അതിന്റെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്താൽ. മനസ്സിലായോ? മുലാഫ് ഇലൈഹി കളയപ്പെടുകയും അതിന്റെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്താൽ. ദൂന ലഫ്ള്, ലഫ്ള് അല്ല, ലഫ്ള് ഉദ്ദേശിക്കാൻ പറ്റൂല, ലഫ്ള് തന്നെ അവിടെ ഉണ്ട് എന്ന് ഉദ്ദേശിക്കാൻ പറ്റൂല. അത് നമ്മൾ നേരത്തെ മിൻ കബിലി എന്നുള്ളടത്ത് പറഞ്ഞു, അവിടെ ലഫ്ള് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് ലഫ്ള് ഉദ്ദേശിക്കണ്ട, മാന ഉദ്ദേശിച്ചാൽ മതി. ലഫ്ളിൽ നിന്ന് പോയി കളഞ്ഞു, അതിന്റെ മാന ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ മുലാഫി ഇലൈഹിയെ കളയപ്പെടുകയും അതിന്റെ മാന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്താൽ, ഈ പറയപ്പെട്ട കബില്, ബഅദ്, ഫൗക്ക്, തഹ്ത്, യമീന്, ഷിമാല്, അതുപോലെ വറാ, അമാമ്, അവ്വല്, ദൂന ഒക്കെ ലമ്മിന്റെ മേൽ മബ്നിയാകും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഏതുപോലെ? ഖിറാഅത്തി സബഅത്തി, 7 കാരിയങ്ങളുടെ ഓത്തുപോലെ. 7 ഖുർആന്റെ കാരിയങ്ങളുണ്ട്. നമ്മളിപ്പോ ഏത് ഖിറാഅത്ത? നമ്മള് ഹഫ്സ് റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്തിൽ ആസിം റളിയല്ലാഹുവിന്റെ ഖിറാഅത്താണ് നമ്മളെ മുസ്ഹഫ്, നമ്മൾ ഓതുന്ന മുസ്ഹഫ്. അങ്ങനെ 7 ഇമാമുമാരുണ്ട്. അതിൽ ചില ഖിറാഅത്തിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. മലിക്കി യൗമിദ്ദീൻ എന്ന് ഓതും ചിലര്, മാലിക്കി എന്നല്ല നമ്മൾ ഓതുക, മലിക്കി യൗമിദ്ദീൻ എന്നോതും, മാലിക്കി എന്ന് നമ്മൾ ഓതും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അർത്ഥത്തിലും ആശയങ്ങളിലൊന്നും വ്യത്യാസമല്ല, ഈ ഓത്തില് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ 7 കാര്യം ഇവിടെ 7 കാര്യങ്ങളുടെയും ഓത്തുപോലെ ഈ പറയുന്നിടത്ത് 7 ആള് ഒരേപോലെ ഓതിക്കുന്നത്. ഇതാ നോക്കി, ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു. ഖബ്ലും ബഅദും വന്നത് കണ്ടോ അവിടെ? അല്ലേ? ലില്ലാഹിൽ അംറു, ഖബ്ലും വന്നിക്കണു, ബഅദും വന്നിക്കണു. അത് രണ്ടും ലമ്മിന്റെ മേൽ അഭിനയാണ്. അത് 7 ഖിറാഅത്തിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും അവിടെ വ്യത്യാസപ്പെടാം, അങ്ങനെ ഖിറാഅത്ത് വ്യത്യാസപ്പെടേണ്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇവിടെ ലമ്മിന്റെ മേൽ അഭിനയായിട്ടാണ് എല്ലാവരും ഓതിക്കുന്നത്. എല്ലാവരുടെ റിവായത്തിലും ഓത്തിലും അങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായിക്കണ്? അവിടെ ശരിക്കൊരു പദം മുലാഫിലേഹി അവിടെ ഉണ്ടായിരുന്നു, അതിനെ കളഞ്ഞു, എന്നിട്ട് അതിന്റെ മാന ഉദ്ദേശിച്ചു. അപ്പോ ഒരു വിജയമുണ്ടാകുന്നതിന് മുമ്പും വിജയമുണ്ടായതിനു ശേഷവും എല്ലാം അള്ളാഹുവിനിക്കാണ്, എല്ലാ അധികാരവും അള്ളാഹുവിനിക്കാണെന്ന് അതിന്റെ അർത്ഥം. വിജയം ഉണ്ടാകുന്നതിന് മുമ്പും വിജയം ഉണ്ടാകുന്നതിന് ശേഷവും എല്ലാ അധികാരവും പവറും അള്ളാഹുവിനിക്ക് മാത്രമാണ്.
അപ്പൊ അവിടെ മിൻ കബിലു എന്നുള്ളിടത്തായി മിൻ കബിലിൽ ഗലബി വ മിൻ ബഅദിഹി എന്നുണ്ടാകുക ശരിക്ക്, വിജയത്തിന് മുമ്പും വിജയത്തിന് ശേഷവും. അപ്പൊ മുലാഫിലേഹി അവിടെ പറഞ്ഞപ്പോ മിൻ കബിലി എന്ന് വായിച്ചു, കണ്ട, മിൻ കബിലിൽ ഗലബി. ഇത് നമ്മൾ അല്ലല്ല തഫ്സീറ എഴുതിയതാണത്. ഖുർആൻ അങ്ങനെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ, ഖുർആൻ ഉള്ളതേ പോലെ വായിക്കാൻ പറ്റൂ. നമ്മളതിന് തഫ്സീർ എഴുതിയിരിക്കുകയാണ്. അവിടെ എന്തുണ്ട്? വലബ് എന്നുള്ളൊരു മുലാഫിലേഹി ഉണ്ട്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കാൻ മിൻ കബിലി എന്ന് വായിക്കണം. മിൻ കബിലിൽ വലബി വമിൻ ബഅദിഹി. അപ്പൊ എന്താണ്? മുഅറബാണ്. മിൻ എന്നുള്ള ജെറിയുന്ന അക്ഷരാണ്. കബിലി എന്നുള്ളത് മജ്റൂറാണ്. മജ്റൂറിന് ഇറാബ് ജറാണ്, കസ്റത്തുകൊണ്ട് ജറ്. മനസ്സിലായോ? അപ്പൊ അവിടെ ഉദാഹരണം കബിലക്കും ബായതിനും ലമിന്റെ ലബിനിയായതിനുള്ള ഉദാഹരണം ഖുർആനിൽ നിന്ന് തന്നെ 7 ഖിറാഅത്തിലുമുള്ള ഒരു തെളിവാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് അതിന് വിശദീകരണം പറയാട്ടോ. ഫലമ്മ ഹുദിഫൽ മുലാഫു, മുലാഫു ഇലൈഹി കളയപ്പെട്ടപ്പോൾ, വനുവിയ മാനാഹു അതിന്റെ മാന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ, അല്ലെ? മുലാഫിലേക്ക് കളയപ്പെട്ടില്ലേ അവിടെ? അതിന്റെ മാന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തില്ലേ? ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ ബുനിയ അത് രണ്ടും മബിനിയാക്കപ്പെട്ടു. ലിദാലിക ഈ കാരണം ഉണ്ടായതിനു വേണ്ടി. അപ്പൊ ലമ്മിന്റെ മേൽ മബിനിയാവണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധനയാണ് മുലാഫ് ഇലൈഹിയെ കളഞ്ഞ് അതിന്റെ മഅന ഉദ്ദേശിക്കണം, ലഫ്ള് ഉദ്ദേശിക്കാൻ പാടില്ല. അന്നെ വലബി തന്നെ അതവിടെ കൊടുത്തിക്കണല്ലേ, മിൻ ബഅദിഹി എന്ന് കണ്ടോ കൊടുത്തിക്കണ്, അതിന് അത് പറഞ്ഞ വലബ്. എന്ത് കളയപ്പെട്ടാലും മതി, നമ്മളിപ്പോ എന്ത് ചെയ്യണമെന്നില്ല, മുലാഫ് ഇലൈഹി എന്തായാലും മതി, ലമീർ കളയപ്പെട്ടാലും മതി. അതെ അതെ, വമിൻ ബഅദിഹി, വമിൻ ബഅദിഹി ആ ഹി എന്നുള്ളതിന്റെ വമിൻ ബഅദിഹി കസ്റായിട്ട് വായിക്കണം. വമിൻ ബഅദിഹി അന ബഅദിഹി തന്നെയാണ്. ആ ഹി എന്നുള്ളത് മടങ്ങുന്നത് എവിടുക്കാ? വലബക്കാണ്, വിജയത്തിലേക്കാണ്. അത് നമ്മള് ഒരു ഇസ്മിനെ ആവർത്തിക്കുന്ന സ്ഥലത്ത് അതിലേക്ക് ലമീർ മടക്കുക ചെയ്യാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനല്ലേ പറയാം അല്ലേ? നമ്മൾ പറയും സെയ്ദിനെ ഞാൻ കണ്ടു, സെയ്ദ് വണ്ടി ഓടിക്കുകയായിരുന്നു, സെയ്ദ് എന്നോട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അങ്ങനെ എല്ലാ സ്ഥലത്തും സെയ്ദ് 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 എന്നിട്ട് പറയില്ലോ. നമ്മളെങ്ങനെ പറയാം ശരിക്ക്? സെയ്ദിനെ ഞാൻ കണ്ടു, അവൻ എന്നോട് കൈ വീശി കാണിച്ചു. അപ്പൊ അവൻ എന്നുള്ളത് സെയ്ദിലേക്ക് പോകും, ലമീർ. അതേപോലെ ഇവിടെ മിൻ കബിലി വലബി വിജയത്തിന് മുമ്പും വമിൻ ബഅദിഹി അതിനുശേഷവും. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ വിജയം. അവിടെ മുലാഫ് ഞാൻ പറയണത് മുലാഫി ഇലൈഹി എന്തെന്നെ ആവണം എന്നില്ല, ഇസ്മെന്നെ ആവണം എന്നില്ല, ലമീറായാലും മദീന്ന്. അതിനെ കളഞ്ഞു, അതിന്റെ മാന ഉദ്ദേശിച്ചു. ഓക്കെ ആണോ? അതെ അതെ. ഫലമ്മ ഹുദിഫൽ മുലാഫു ഇലൈഹി മുലാഫു ഇലൈഹി കളയപ്പെട്ടപ്പോൾ, വനുവിയ ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ, മഅനാഹു അതിന്റെ അതായത് മുലാഫിലൈഹിയുടെ മഅന ഉദ്ദേശിക്കപ്പെടുകയും ചെയ്തപ്പോൾ, ബുനിയ അവ രണ്ടും മബിനിയാക്കപ്പെട്ടു. ഏത് രണ്ടും? കബിലു എന്നുള്ളതും ബഅദ് എന്നുള്ളതും മബിനിയാക്കപ്പെട്ടു. ലിദാലിക ആ കാരണത്തിന് വേണ്ടി. ഓക്കെ അല്ലേ? ഇനി പറയട്ടെ, അമ്മ അപ്പോൾ ഇദാ സുരിഹൽ മുലാഫു ഇലൈഹി മുലാഫ് ഇലൈഹി വ്യക്തമാക്കപ്പെട്ടാൽ,
വ്യക്തമാക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാല് അല്ല അവിടെ അല്ല, അത് കഴിഞ്ഞു, അതിനെ കുറിച്ച് ചർച്ച കഴിഞ്ഞു. ഇനി മുലാഫിലെ വ്യക്തമാക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാല് കളയാതെ വന്നാൽ, വ്യക്തമാക്കപ്പെട്ടാൽ. നഹ്വ് ഏതുപോലെ, അതിന് ഉദാഹരണം പറയാം. നഹ്വ് ഏതുപോലെ, ജിഅ്തുക ഖബ്ല സൈദിൻ, സൈദ് എന്നവിടെ വ്യക്തമാക്കപ്പെട്ടു. വബഅദഹു, അവിടെയും വ്യക്തമാക്കപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്തു, അവിടെ ഉണ്ട്, കാണുന്നുണ്ടല്ലോ നമ്മള്. അല്ലെങ്കിൽ ഔ ഹുദിഫ, അല്ലെങ്കിൽ കളയപ്പെട്ടു. വനുവിയ സുബൂത്തു ലഫ്ദി, പക്ഷെ അത് ലഫ്ദിൽ സുബൂത്താണെന്ന് ഉദ്ദേശിക്കപ്പെട്ടു. നമ്മൾ എന്താ സുബൂത്ത് ചെയ്യേണ്ടത്, എന്താ അവിടെ ഉദ്ദേശിക്കപ്പെടേണ്ടത്? മഅനയായിരുന്നു ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലെ. ഇവിടെ ലഫ്ദിൽ തന്നെ ഇതുണ്ട് എന്ന് ഉദ്ദേശിക്കപ്പെട്ടു. ലഫ്ദിൽ തന്നെ ഉണ്ട്, അത് പദ്യത്തിന്റെ രീതിക്ക് വേണ്ടി കളഞ്ഞതാണ്. അതുകൂടി ഉണ്ടെങ്കിൽ പാട്ട് എന്താണ്, രീതി അവസാനിച്ചാലും പാട്ട് അവസാനിക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ പറഞ്ഞതാണ്, പറയാതിരുന്നതാണ്. അതിന്റെ ലഫ്ദ് തന്നെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. ഏതുപോലെ, കൗലിഹി, കവിയുടെ വാക്ക് പോലെ. വമിൻ കബലി, അതിനു മുമ്പ്. നാദാ കുല്ലു മൗലൻ, എല്ലാ സഹായികളും വിളിച്ചു. ഖറാബത്തൻ, കുടുംബക്കാരെ വിളിച്ചു. ഫമാ അത്തിഫത്ത് മൗലൻ അലൈഹിൽ അവാത്തിഫു, ഒരാളും ആ മൗലയോട്, അയാളോട് മയം കാണിച്ചില്ല. അതിനു മുമ്പ് കുറെ സഹായം ചോദിച്ചു, കുറെ കുടുംബക്കാരെ വിളിച്ചു, പക്ഷെ ആരും അദ്ദേഹത്തോട് എന്തായില്ല, കനിവ് കാണിച്ചില്ല എന്നാണ് പദ്യത്തിന്റെ ഇടയിൽ നിന്നൊരു ഇതെടുത്ത് കൊടുത്തതാണ്. അപ്പൊ ഇവിടെ നോക്ക്, വമിൻ കബിലി എന്നാ പറഞ്ഞത്, മോറബാക്കിയിട്ടാ പറഞ്ഞു. കബിലു എന്നല്ലല്ലോ പറഞ്ഞേ, കബിലി എന്ന് പറഞ്ഞു. എന്തെങ്ങനെ ആക്കാൻ കാരണം, നബി ഹഫുലി കബിലി, കബിലി എന്നതിനിക്ക് ജെറ് ചെയ്തുകൊണ്ട്, ഹഫുല് എന്ന് പറഞ്ഞാൽ ജെറ് എന്നാണ് അർത്ഥം. കബിലി എന്നുള്ള എനിക്ക് ജെറ് ചെയ്തുകൊണ്ട്. അതെന്താ അങ്ങനെ ജെറ് ചെയ്യാൻ കാരണം, ലി നിയ്യത്തി ലഫ്ദിൽ മുലാഫ് ഇലൈഹി, മുലാഫ് ഇലൈഹിയുടെ ലഫ്ദ് ഉണ്ടല്ലോ, മുലാഫ് ഇലൈഹിയുടെ ലഫ്ദിനെ ഉദ്ദേശിച്ചതിന് വേണ്ടി, മഅനയെ അല്ല ഉദ്ദേശിക്കുന്നത്, ലഫ്ദിനെ തന്നെ ഉദ്ദേശിച്ചതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, അവിടെ കബിലി എന്ന് ജെറ് കൊടുത്തത്. മനസ്സിലായോ? സംശയം ഉണ്ടോ? ഞാൻ പറയാം. അതായത് ഐ മിൻ കബിലി ദാലിക, ദാലിക എന്നുള്ളത് അവിടെ ശരിക്കും ഇല്ല, പദ്യത്തിലുണ്ടോ, കാണുന്നുണ്ടോ? മിൻ കബിലി ദാലിക്കാന്ന് കാണുന്നില്ലല്ലോ. അതിനെ കളഞ്ഞിക്കണു, ശരി തന്നെയാണ്, കാണുന്നില്ല. പക്ഷെ അത് ലഫ്ദിൽ തന്നെ അതുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മഅനയല്ല, അതിന്റെ മഅനയല്ല, അതന്നെ അവിടെ ഉണ്ട് എന്നാ ഉദ്ദേശിക്കുന്നത്. അപ്പോഴും എന്താണ്, ലമ്മിന്റെ മേൽ മബനിയാവൂല, അപ്പോഴും എന്താവൂല, അർത്ഥാണ് ഉദ്ദേശിക്കുന്നത്, ലഫ്ദിനെ ഉദ്ദേശിക്കാൻ പറ്റൂല. ഇവിടെ ലഫ്ദിനെ തന്നെ ഉദ്ദേശിച്ചു. ഇവിടെ എന്ത് ചെയ്തു, ലഫ്ദിനെ തന്നെ ഉദ്ദേശിച്ചു, ലഫ്ദിൽ തന്നെ അതുണ്ട് എന്ന് ഉദ്ദേശിച്ചു. അത് പറ്റൂല. നമ്മൾ എന്താ ഉദ്ദേശിക്കാൻ പറഞ്ഞത്, മഅനയിൽ വേണമെന്നാണ്, മഅന ഉദ്ദേശിക്കണം എന്നാണ്. അല്ലെങ്കിൽ നോക്കി അത് വേണം, ലഫ്ദിനെ കളഞ്ഞിട്ട് മഅനനെ ഉദ്ദേശിക്കണം, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ലഫ്ദിനെ കളഞ്ഞിക്കണു, പക്ഷെ ലഫ്ദ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മഅനയല്ല. ലഫ്ദിനെ കളഞ്ഞിക്കണു, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലഫ്ദ് തന്നെയാണ്. ഇങ്ങനെ വന്നാലും ഔ ഹുദിഫ, അല്ലെങ്കിൽ കളയപ്പെട്ടു, വലം യുൻവ ഷൈഉൻ അസ്ലൻ, ഒന്നും ഉദ്ദേശിച്ചില്ല, ലഫ്ദും ഉദ്ദേശിച്ചില്ല, മഅനയും ഉദ്ദേശിച്ചില്ല. ലഫ്ദും ഉദ്ദേശിച്ചില്ല,
മാനി ഉദ്ദേശിച്ചില്ല. വലം വലം യുൻവ ഉദ്ദേശിക്കപ്പെട്ടില്ല. ഷൈഉൻ ഒന്നും ഉദ്ദേശിക്കപ്പെട്ടില്ല. അസുരൻ തീരെ ഉദ്ദേശിക്കപ്പെട്ടില്ല. അവിടെ മുലാഫിലേഹിയെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ മുലാഫിലേഹിയുടെ മാനയും ഉദ്ദേശിച്ചില്ല, മുലാഫിലേഹിയുടെ ലഫ്ളും ഉദ്ദേശിച്ചില്ല. അതേതുപോലെ കൗലി കവിയുടെ വാക്കുപോലെ ഫസാഗലിയ ശറാബു വകുന്തു ഖബല അകാദു അഗസ്സു ബിൽ മാഇൽ ഫുറാത്തി. അവിടെ ഇങ്ങനെ അവിടെ നോക്ക്, വകുന്തു ഖബലൻ, കണ്ടോ? വകുന്തു ഖബലൻ. അവിടെ മുലാഫിലേഹിയെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ലഫ്ളും ഉദ്ദേശിച്ചിട്ടില്ല, മഅനയും ഉദ്ദേശിച്ചിട്ടില്ല, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴും ഫഹുവ മുഅറബുൻ, അത് മുഅറബാണ്. ഫി ഹാദിഹിൽ അഹ്വാലി സലാസത്തിൽ മദ്കൂറ, ഈ പറയപ്പെട്ട 3 അവസ്ഥകളിലും മുഅറബാണ്. ഈ പറയപ്പെട്ട 3 അവസ്ഥകളിലും മുഅറബാണ്. ഓക്കെ ആണോ? മൂന്നെണ്ണം പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, മുലാഫ് ഇലൈഹിയെ വ്യക്തമാക്കപ്പെട്ടു, അതൊരു രൂപം. മറ്റൊന്ന്, മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ടു, അതിന്റെ ലഫ്ദ് ഉദ്ദേശിക്കപ്പെട്ടു. ഓക്കെ ആണോ? മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ടു, അതിന്റെ ലഫ്ദ് ഉദ്ദേശിക്കും. മൂന്നാമത്തത് ഒന്നും ഉദ്ദേശിച്ചില്ല, മുലാഫിലെ കളഞ്ഞു, ഒന്നും ഉദ്ദേശിച്ചില്ല. 3 അപ്പോ ഖബ്ലു എന്നുള്ളത് ബഅദു എന്നുള്ളതിന് മൊത്തം 4 അവസ്ഥകളുണ്ട്. എത്ര അവസ്ഥകള്? 4. ഒരവസ്ഥയിൽ മാത്രമാണ് ലമ്മിന്റെ മേൽ മബിനി, ബാക്കി 3 അവസ്ഥയിലും എന്താണ്? മുഅറബാണ്. ഓക്കെ ആണോ? അതപ്പോ നമ്മളെ ചുരുക്കം. എവിടെ? അല്ല, അർക്കത്ത് നമ്മൾ ഇടണം. നമ്മൾ വായിക്കുമ്പോ നമ്മൾ അർക്കത്ത് ഇടണം. ഉണ്ട്. ജറും വരും, റഫും വരും, നസ്മും വരും, എല്ലാം വരും. സാധാരണ റഫ് സാധാരണ വരില്ല. സാധാരണ എന്തില്ല, ജറു നസ്ബാണ് വരിക. കാരണം മിൻ കബിലി, ഇവിടെ കണ്ട കുന്തു കബിലൻ. നമ്മൾ കബില് എന്ന് വെച്ചിട്ട് എന്താ ഒരു സെന്റൻസ് പറയാ? സാധാരണ ഉദാഹരണം പറഞ്ഞ എങ്ങനെ പറയുള്ളൂ? അവൻ വരുന്നതിന് മുമ്പ് ഞാൻ വന്നു, അങ്ങനല്ലേ പറയാ. ജെയ്തു കബില സൈദിൻ, സൈദിന്റെ മുമ്പ് ഞാൻ വന്നു. നേരെ മറിച്ചോ കബുലു എന്ന് വെച്ചിട്ടൊരു മുബ്തദഉം ഖബറും ഒന്നും പറയാൻ പ്രയാസമാണ്. അതുകൊണ്ട് കബുലു എന്ന് കൂടുതൽ കാണൂല, പക്ഷെ മുഅറബാണത്. ഈ 3 അവസരത്തിൽ മുഅറബാണ്, ഒരവസരത്തിൽ മാത്രമേ മബ്നിയുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ സംഗതി ഇത്രേ ഉള്ളൂ, ചുരുക്കി പറയാൻ ഇത്രേ ഉള്ളൂ. ചുരുക്കി പറയാനാണെങ്കിൽ കബലു എന്നുള്ളത് ലമ്മിന്റെ മേൽ മബനിയാണ്, ബഅദു ലമ്മിന്റെ മേൽ മബനിയാണ്, ജിഹാത്തു സിത്ത് ലമ്മിന്റെ മേൽ മബനിയാണ്, അവ്വൽ ലമ്മിന്റെ മേൽ മബനിയാണ്, ദൂനു ലമ്മിന്റെ മേൽ മബനിയാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്താണ് ആ നിബന്ധന? മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ട് മഅന ഉദ്ദേശിക്കണം. അപ്പൊ ഒരു ചോദ്യം അവിടെ, മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ടു മഅന ഉദ്ദേശിക്കാതെ 3 ടൈപ്പിൽ വരൂലേ, ആ സമയത്ത് എന്തായിരിക്കും? ആ സമയത്ത് മുഅറബായിരിക്കും. മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ടു, അതിന്റെ ലഫ്ള് ഉദ്ദേശിക്കപ്പെട്ടു, മുഅറബാണ്. മുലാഫ് ഇലൈഹിയെ കളയപ്പെട്ടു, ഒന്നും ഉദ്ദേശിച്ചില്ല, മുഅറബാണ്. മുലാഫ് ഇലൈഹിയെ പറയപ്പെട്ടു, അപ്പോഴും മുഅറബാണ്. 3 ഉദാഹരണം പഠിച്ചാൽ മതി. ഇവിടെ നോക്കി, എപ്പോഴാണ് ലമ്മിന്റെ അഭിനയാകുള്ളൂ? ഇത് ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു, അത് നമ്മൾ എന്ത് ചെയ്യാ? ഈ മിൻ ഖബ്ലു
ഇത് മാത്രം മുഅറബ്. പിന്നെ അതാ ഇത് ഈ പച്ച മബിനി, ഈ പച്ച മബിനി, അല്ല സോറി, ഇത് മാത്രം മബിനി, ഈ നീല മാത്രം മബിനി. ഈ കബല സൈദിൻ മുഅറബ്, വമിൻ കബിലി മുഅറബ്, വകുൻതു കബലൻ മുഅറബ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് കബലും ബഅദുനും എത്ര അവസ്ഥ ഉണ്ട്? 4 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ് അവസ്ഥകൾ? എന്താ 4 അവസ്ഥകൾ തമ്മിൽ വ്യത്യാസം? ഒരവസ്ഥയിൽ മാത്രമേ മബിനിയുള്ളൂ, 3 അവസ്ഥകളിലും മുഅറബാണ്. അതേതാണ് ആ ഒരവസ്ഥ? മബിനിയാകുന്ന അവസ്ഥ മുളാഫിലേഹിയെ കളയപ്പെട്ടു, അതിന്റെ മാന ഉദ്ദേശിച്ചു. മറ്റേ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? മുളാഫിലേഹിയെ പറയപ്പെട്ടു ഒന്ന്, മറ്റൊന്ന് മുളാഫിലേയെ കളയപ്പെട്ടു ലഫ്ദ് ഉദ്ദേശിക്കപ്പെട്ടു, അല്ലെങ്കിൽ മുളാഫിലേയെ കളയപ്പെട്ടു, മൂന്നാമത്തത് മുളാഫിലേയെ കളയപ്പെട്ടു ലഫ്ദും മാനയും ഒന്നും ഉദ്ദേശിച്ചില്ല. ഈ പറഞ്ഞ പറയപ്പെട്ട പിന്നെ പറയുന്നതിന്റെ അർത്ഥം വരിക അവിടെ പറയല്ലോ, ലഫ്ദ് അവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ കളയപ്പെട്ടു അതിന്റെ ലഫ്ദ് ഉദ്ദേശിച്ചാലും ആ ലഫ്ദിന്റെ അർത്ഥം വരിക. ഇവിടെയാണ് ലഫ്ദും മഅന ഇല്ലാന്ന് ഈ പറഞ്ഞോടത്ത്, ഈ കബുല എന്നുള്ളടത്ത്. ഇവിടെ നമ്മൾ മുമ്പ് എന്ന് മാത്രമേ അർത്ഥം വെക്കുള്ളൂ. മുമ്പ് കണ്ടോ, ഫസാഹലിയ ഷറാബു, വെള്ളം കുടിക്കൽ എനിക്ക് അനുവദനീയമായി, വെള്ളം കുടിക്കൽ എനിക്ക് അനുവദനീയമായി. വകുൻതു ഖബലൻ, ഞാൻ മുമ്പായിരുന്നു. അകാദു അഗസ്സു ബിൽ മാഇൽ ഫുറാത്തി, യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കൊണ്ട് എന്താണ് വെള്ളം കുടിക്കുന്ന ആളായിരുന്നു. മുമ്പ് കുറേ കാലമായിട്ട് എനിക്ക് യൂഫ്രട്ടീസ്, ഫുറാത്ത് എന്ന് പറഞ്ഞാൽ യൂഫ്രട്ടീസ് നദി, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നുള്ളൊരു നദി ഉണ്ടല്ലോ, പിന്നെ അറബിയിൽ പറയുമ്പോൾ ഫുറാത്ത് എന്ന് പറയും. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളില്ലേ ഇറാഖിലെ? അതെ അതെ, ഫുറാത്ത് എന്ന് പറയും. അവിടുത്തെ വെള്ളം കൊണ്ട് ഞാന് ആ അതെ അതെ. അപ്പൊ അവിടെ അവിടെ എന്തുണ്ട്? അവിടെ കണ്ടോ, കുൻതു കബലൻ, മുമ്പ് എന്നാണ്. എന്തിന്റെ മുമ്പ് എന്നാണ് അർത്ഥം പറയാൻ പറ്റൂല, കാരണം അവിടെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മുലാഫിലേയെ കളഞ്ഞിട്ട് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ അവിടെ. അപ്പൊ നമ്മൾ എന്തിന്റെ മുമ്പ് എന്ന് പറയാൻ പറ്റില്ല. ബാക്കിയുള്ളടത്തൊക്കെ പറ്റും, ബാക്കിയുള്ളടത്ത് പറ്റും. മുലാഫിലെ ഒരു സ്ഥലത്ത് മുലാഫിലേഹി അവിടെ ശരിക്കുണ്ട്, ഒരു സ്ഥലത്ത് മുലാഫിലേഹി ഇല്ലെങ്കിലും അതിന്റെ മാന ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് മുലാഫിലേഹിന്റെ ലഫ്ദ് തന്നെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അർത്ഥം വെക്കാം. ഇവിടെ എന്താ പറ്റൂല, അർത്ഥം പറ്റൂല. ഇവിടെ മുമ്പ് മുമ്പ് എന്നേ പറ്റുള്ളൂ, എന്തിന്റെ മുമ്പ് എന്നുള്ളത് പറയാൻ പറ്റൂല. ഓക്കേടാ? എന്റെ ഫസാഗ ലിയശ്ശറാബു വകുൻതു ഖബലൻ, ഫസാഗ ലി, എനിക്ക് അനുവദനീയമായി, അശ്ശറാബു, പാനീയം അനുവദനീയമായി എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കൽ എനിക്ക് കഴിഞ്ഞു, വെള്ളം കുടിക്കാൻ സാധിച്ചു. വകുൻതു ഖബലൻ, ഞാൻ മുമ്പ് ആയിരുന്നു. അകാദു അഗസ്സു, ഞാൻ കുടിക്കുന്നവനായിരുന്നു. ബിൽ മാഇൽ ഫുറാത്തി, ഫുറാത്തിലെ വെള്ളം കൊണ്ട് കുടിക്കുന്ന ആളായിരുന്നു. പിന്നെ കുറേ കാലം എനിക്ക് വെള്ളം കിട്ടിയിരുന്നില്ല, ഇപ്പം എനിക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞു. മുമ്പ് ഇങ്ങനെ ഇരുന്നു, ആ മുമ്പ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കുൻതു കബലൻ, ഞാൻ മുമ്പായിരുന്നു. അതെ. അപ്പൊ അവിടെ എന്തിന്റെ മുമ്പ് എന്ന് അർത്ഥം പറയാൻ പറ്റൂല എന്നാ പറഞ്ഞത്. കാരണം എന്തിന്റെ മുമ്പ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. 1 കൊല്ലം മുമ്പ് എന്നോ അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് എന്നോ. കാരണം അവിടെ മുലാഫിലേഹിനെ കുറിച്ച് ഒന്നും ഉദ്ദേശിക്കണേ ഇല്ല, ലഫ്ദ് ഉദ്ദേശിക്കണില്ല, അതിന്റെ മാനി ഉദ്ദേശിക്കണില്ല. അപ്പൊ പിന്നെ കബലക്കുള്ള അർത്ഥം മുമ്പ് എന്നേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കേടാ? എവിടെ? ഫസാഗലി, എനിക്ക് അനുവദനീയമായി, എനിക്ക് നല്ല മധുരമുള്ളതായി, അശ്ശറാബു, പാനീയം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ എനിക്കിപ്പോൾ നല്ല രൂപത്തിൽ കഴിയുന്നുണ്ട്, തൊണ്ടയിൽ കെട്ടി നിൽക്കണമൊന്നുമില്ല.
വകുന്തു കബല ഞാൻ മുമ്പായിരുന്നു അകാദു അഹസ്സു ബിൽ മാഇൽ ഫുറാത്തി ഫുറാത്തിലെ വെള്ളം എനിക്ക് കുടിച്ചാൽ തന്നെ, ഫുറാത്ത് പറഞ്ഞാൽ നല്ല തെളിനീര് വെള്ളമാണ്, ലോകത്തിലെ ഏറ്റവും ശുദ്ധജലമായ ഒരു നദിയായിട്ട് നമുക്ക് യൂഫ്രട്ടീസ് നദിയെ പറയാം. അപ്പോൾ ആ നദിയിലെ വെള്ളം കുടിക്കുമ്പോഴും കൂടി എനിക്കെൻ്റെ ചങ്കിൽ അങ്ങനെ ചങ്കിൽ കെട്ടിയിരുന്നു എന്നാ. അകാദു അഹസ്സു ബിൽമാ ഇൽ ഫുറാത്തി ഫുറാത്തിലെ വെള്ളം കൊണ്ട് കുടിച്ചാൽ പോലും എൻ്റെ ചങ്കിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ പ്രതികാരം എടുത്തപ്പോൾ, എൻ്റെ കുടുംബക്കാരെ കൊന്നതിൻ്റെ പ്രതികാരം എടുത്തപ്പോൾ എനിക്ക് ഏത് വെള്ളം കുടിക്കുമ്പോഴും നല്ല അടിപൊളിയായിട്ട് കുടിച്ചാൽ കഴിയുന്നുണ്ട്. അപ്പോൾ അന്ന് ബിരിയാണി കഴിച്ചിട്ടും എനിക്ക് ചങ്കിൽ ഇറങ്ങിയിരുന്നില്ല. ഇപ്പം എനിക്ക് കഞ്ഞെന്നെ കുടിച്ചാൽ ഉഷാറാകുന്നുണ്ട് എന്നൊക്കെ പറയണ പോലെ മനസ്സിനൊരു സമാധാനം കിട്ടുമ്പോഴല്ലേ, മാനസികമായ സുഖം കിട്ടുമ്പോഴല്ലേ നമുക്ക് എല്ലാതും ഒരു രസമുള്ളതായിട്ട് തോന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മറ്റേ ടീം കൊന്നതിൻ്റെ പേരിൽ ഭയങ്കര പക വെച്ച് നടക്കുകയായിരുന്നു. ആ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഒട്ടകം അടുത്ത ആളെ തോട്ടത്തിൽ കയറിയാൽ 40 കൊല്ലം ഒക്കെ യുദ്ധമായി. പിന്നെ മക്കള് യുദ്ധം ചെയ്യണത് ഏറ്റെടുക്കും. വാപ്പാര് തമ്മിലാക്കാണ് പ്രശ്നം. കുറച്ച് കഴിഞ്ഞാൽ മക്കളെ ഏറ്റെടുക്കും. മക്കൾക്കറിയില്ല ഞാൻ എന്തിനാ പോനോട് യുദ്ധം ചെയ്യുന്നതെന്ന്. കാരണം ആ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയ യുദ്ധകാലം അങ്ങനെയാണ്. അതാണ് യുദ്ധം സർവ്വസാധാരണയാണ്. ഒന്ന് 3 ഡബ്ല്യുകളാണ് അന്ന് അടക്കി വാണിരുന്നത് പറയും ജാഹിലിയ കാലത്ത്. 3 Ws. ഒന്ന് വാറ്, യുദ്ധം, പിന്നെ വൈന്, കള്ള്, പിന്നെ ഭാര്യമാര്, സ്ത്രീകള്, വൈഫ്സ്. അതാണ് പറയാം. അപ്പൊ അതില് അതേപോലെ അതല്ല ഇത് 3 Ws എന്ന് പറയുന്നത് ഇങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് അഡിക്റ്റ് ആയിരുന്നു ആളുകൾ. അന്നത്തെ അതിനൊരു പൊളിച്ചെഴുത്തായിരുന്നു ഇസ്ലാം. ചുരുക്കി പറഞ്ഞാല് നമ്മളത്തെ W അല്ല കേട്ടോ, ഇപ്പത്തെ W അല്ല, അത് WW, അത് വേൾഡ് വൈഡ് വെബാണ്. അതല്ല, 3 Wകൾക്ക് അഡിക്റ്റ് ആണ് എന്ന് പറയും പ്രസംഗകരൊക്കെ, പണ്ടത്തെ പ്രഭാഷകരൊക്കെ അങ്ങനെ പറയും. ഇന്ന കാലത്ത് യുദ്ധത്തിന്, നിസാര പ്രശ്നങ്ങൾക്ക് കൊല്ലങ്ങളോളം യുദ്ധം, അതുപോലെ കുറേ തോന്നിവാസങ്ങൾ, പെണ്ണ് കെട്ടിയിട്ടും പെണ്ണ് കെട്ടാതെയൊക്കെ വ്യഭിചാരത്തിനൊക്കെ അങ്ങനെ ഉള്ള സമയം. പിന്നെ ഒന്ന് കള്ളുകൂടി. ഇത് സജീവമായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പം ഇവിടെ ഇദ്ദേഹത്തിന് ഭയങ്കര പകയാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ മറ്റുള്ളവർ ശരിയാക്കിയതിൽ. അപ്പോൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് പ്രതികാരം ചെയ്യണം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു സുഖം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, ഒന്നും, വെള്ളം കുടിച്ചാൽ അതും ശരിയാവണില്ല. ഇപ്പം പ്രതികാരം വീട്ടിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഫസാഹലിയ ഷറാബു, എനിക്ക് ഇപ്പോൾ വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ല രൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. വകുന്തു കബലൻ, ഞാൻ മുമ്പായിരുന്നു, അതായത് പ്രതികാരം വീട്ടുന്നതിന് മുമ്പ് ഞാനായിരുന്നു, അകാദു അഹസ്സു, ഞാൻ തൊണ്ടയിൽ കുടുങ്ങുന്നവനായിരുന്നു, ബിൽ മാ ഇൽ ഫുറാത്തി, ഫുറാത്തിലെ വെള്ളം പോലും തൊണ്ടയിൽ കുടുങ്ങുന്ന ആളായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ ഫഹു മുഅറബുൻ ഫി ഹാദിഹിൽ അഹ്വാലി സലാസത്തിൽ മദ്കൂറത്തി, പറയപ്പെട്ട 3 അവസ്ഥകളിലും മുഅറബാണ്. ഓക്കെ അല്ലേ? അപ്പോ വകുന്തു കബുലു എന്ന് പറയണം. അതെ, പ്രതികാരം എന്ന് പറയണം. യെസ്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ കുന്തു കബുലൻ എന്ന് വായിക്കരുത്, കുന്തു കബുലു എന്ന് വായിക്കണം. മുലാഫിലേക്ക് കളഞ്ഞു, അതിന് പ്രതികാരം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ എന്ത് വായിക്കണം? അഭിനയായിട്ട് വായിക്കണം, കബുലു എന്ന് വായിക്കണം. ഇത് ഒന്നും ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് കബുലൻ എന്ന് മുറബാക്കിയത്. ഇനി വൽ ഖിസ്മു റാബിഉ, 4ാമത്തെ കിസ്മ്, മാ യുബ്ന അല സുക്കൂനി, സുക്കൂനിന്റെ മേൽ അഭിനയാക്കപ്പെടുന്നതാണ്. അത് വളരെ കുറച്ചിട്ടുള്ളൂ. അതാലിക്ക്, അത് ഏതുപോലെ? കമൻ, മൻ എന്നതുപോലെ. മൻ സുക്കൂനല്ല ലാസ്റ്റ്. തഖൂലു, നീ പറയും,
ജാഅനി എൻ്റെ അടുക്കൽ വന്നു, മൻ ഒരാൾ വന്നു, കാമ അവൻ നിന്നിരിക്കുന്നു, നിന്ന ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. വറഅയ്തു മൻ കാമ നിന്ന ഒരാളെ ഞാൻ കണ്ടു. മറർത്തു ബി മൻ കാമ നിന്ന ഒരാളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. അപ്പൊ മൻ പോലെ വകദാലിക കം കം പോലെ, കമ്മു സുക്കൂന്റെ മബനിയാണ്. ഫി ലുസൂമി സുക്കൂനി ഫിൽ അഹ്വാലി സലാസത്തി 3 അവസ്ഥകളിലും എന്താവും സുക്കൂനിനെ ലാസിമാക്കുന്ന വിഷയത്തിൽ. റഫിന്റെ അവസരത്തിലും ജറിന്റെ അവസരത്തിലും നസ്ബിന്റെ അവസരത്തിലും ഒക്കെ സുക്കൂനായിരിക്കും. തിന്നാ വഹുവ വഹുവ ഇത് ഐ അസ്സുക്കൂന് സുക്കൂന് അസ്ലുൽ ബിനായി ബിനാഇന്റെ അസ്ല് സുക്കൂനാണ്. മബ്നിയുടെ അസ്ല് സുക്കൂനാണ്. കാരണം എന്താ? ലിഹിഫത്തി ഈ സുക്കൂന് പോയെന്നോ നേരിയതായതിനു വേണ്ടി. വസിഖലിൽ ബിനായി ബിനാ എന്താ ഭാരമായതിനു വേണ്ടിയും. മബ്നിയാകുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക്കാണ്. ഇപ്പോൾ ഫത്ഹ് കസ്ർ ലമ്മൊക്കെ കുറച്ച് ഭാരമാണ്. ഇതാണ് ആ ഭാരങ്ങളിൽ വെച്ച് ഏറ്റവും കുറവ് ഏതാണ്? സുക്കൂനാണ്. അപ്പോൾ ഇതാണ് അസില്. ഈ അസില് തെറ്റിയിട്ടാണ് അസിലുമെന്നാണ് ഫത്ഹും കസ്റും ലമ്മൊക്കെ എന്തായിട്ട് വരുന്നത്? മബ്നിയായിട്ട് വരുന്നത്. നമ്മളിപ്പോൾ ഓരോന്നിനും ഒരു അസില് പറയണം. അസില് പറയുമ്പോൾ ബിനാഇന്റെ അസില് ഏതാണ്? സുക്കൂനാണ്. മൊത്തം 4 തരത്തിലാണ് മബ്നി ഉള്ളത്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് ലളിതമായത് സുക്കൂന്. ആ ലളിതമായത് സുക്കൂനായതുകൊണ്ടാണ് ഇത് അസിലായത്. ഫത്ഹ് ഒന്നുകൂടി കട്ടി കൂടിയതാണ്. കസ്ർ അതിനേക്കാൾ കട്ടി കൂടിയതാണ്. ലമ്മ അതിനേക്കാൾ കട്ടി കൂടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയില്ലേ, അസില് പറയുന്ന സമയത്ത് സഞ്ചാനിലൊക്കെ പറയും വാവ് അർഫ് ലൈഫ് ഹർക്കത്ത് ലമ്മത്ത് കവിയ് അല്ലേ. വാവ് ലൈഫായ അക്ഷരാണ്, യാ ലൈഫായ അക്ഷരാണ്, അതിന് ലമ്മത്ത് കവിയാണ്, സ്ട്രോങ് ആണ്. അതുപോലെ കസരത്ത് സ്ട്രോങ് ആണ്. ഫത്ഹത്ത് അത്ര സ്ട്രോങ് ഇല്ല, എന്നാലും സ്ട്രോങ് ആണ്. സുക്കൂന് തീരെ സ്ട്രോങ് ഇല്ല. അതുകൊണ്ടാണ് അതെന്തായത്. അത് ഇവിടെ പറഞ്ഞത് മബ്നിയുടെ നിബന്ധനകളും മറ്റുമൊക്കെയാണ്. നമ്മൾ പൊതുവെ പറയുന്ന സമയത്ത് ലമ്മ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കോട് കൂടെ പറയേണ്ടതാണ്. ഊ എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് എടുക്കണം. എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ തൊള്ള എങ്ങനെയാണോ വെച്ചാൽ അതുപോലെ പറഞ്ഞാൽ ഈ എന്ന് പറയുമ്പോഴും നമ്മൾ താടിയെല്ലാം അളകും. ഈ അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ലമ്മ, പിന്നെ അതിനേക്കാൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളത് കസ്റ, പിന്നെ ഫത്ഹ, ലാസ്റ്റ് ഏറ്റവും നേരിയത് സുക്കൂന്. അപ്പോൾ നമ്മൾ സുക്കൂനാണ് നമ്മൾ അസ്ലായിട്ട് പറയാം. ക്ലിയർ അല്ലേ? ഖബർ എന്ന് പറഞ്ഞാല് നമ്മള് വിവരം എന്നാണ് അതിന്റെ അർത്ഥം. വിവരം അതിന്റെ അർത്ഥം എന്താ പറയാ? നമ്മള് വിവരം. ഉദാഹരണം പറഞ്ഞാല് സെയ്ദുൻ എന്ന് പറഞ്ഞു നമ്മള്. അപ്പൊ സെയ്ദ് എന്താ? സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ്. അപ്പൊ ഖായിമുൻ എന്നുള്ളത് സെയ്ദിനെ കുറിച്ചൊരു വിവരം പറഞ്ഞാലാണ് അല്ലെ. അപ്പൊ സെയ്ദ് എന്നുള്ളത് മുബ്തദ. ആ മുബ്തദയെ സംബന്ധിച്ച് പല വിവരവും പറയാം. കള്ളനാണെന്ന് പറയാം, ഇരിക്കുകയാണെന്ന് പറയാം, ഓടുകയാണെന്ന് പറയാം, ഉറങ്ങുകയാണെന്ന് പറയാം, ചാടുകയാണ്, എല്ലാം പറയാം. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ എടുക്കുന്ന വിവരം ഏതാണ്? ഖായിം എന്നുള്ളതാണ്, നിൽക്കുന്നവനാണ്. അപ്പോൾ ഒരു പൂർണ്ണമായ ആശയായി സെയ്ദ് നിൽക്കുന്നവനാണ്. വെറും സെയ്ദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സെയ്ദ് എന്താ? സെയ്ദ് ഓടുന്നവനാണെന്നാണോ, നിൽക്കുന്നവനാണെന്നാണോ, അല്ലെങ്കിൽ കടക്കുന്നവനാണെന്നാണോ, എന്താണെന്നുള്ളൊരു ക്ലിയർ വ്യക്തത കിട്ടൂല. അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊരു വിവരം പറഞ്ഞു. എന്ത്? ഖായിം. അങ്ങനെ പറയുന്നതിനാണ് ഖബർ എന്ന് പറയാം. അങ്ങനെ ഖബറായിട്ട് വരുന്നത്. ഇപ്പം ഇവിടെ എന്താണ്? വഹുവ, അത് ഏത്? സുക്കൂന്, അത് മുബ്തയാണ്. ഹുവ എന്നുള്ളത് മുബ്തയാണ്. സുക്കൂൻ എന്താണ്? സുക്കൂൻ നല്ലതാണ് എന്നാണോ?
സുക്കൂന് എന്താണ് വേറെ എന്തെങ്കിലും ആണെന്നാണോ, സുക്കൂന് ഇനി വരൂല എന്നാണോ? അപ്പം നമ്മൾ അതിൻ്റെ ഖബർ പറഞ്ഞു അസ്ലുൽ ബിനായി, അതാണ് ബിനായിൻ്റെ അസില്. അപ്പോൾ സുക്കൂനെ കുറിച്ചൊരു ഖബർ ഇവിടെ വിവരം പറഞ്ഞു തന്നു, സുക്കൂനെ കുറിച്ചൊരു പോയിന്റ് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനത്തെ അങ്ങനെ വരുന്നതിനാണ് ഖബർ. ഏത് അസ്ലു എന്നുള്ളത് ഖബറായിട്ട് വരും, അതൊരു പേരും തന്നെയല്ലേ. ബിനായി എന്നുള്ളത് മുലാഫിലെയാണ്, ബിനായിന്റെ അസ്ല് റസൂലുള്ള പറയില്ല അന റസൂലുള്ള എന്ന് പറയും. അന ഞാൻ റസൂലുള്ള, അള്ളാന്റെ റസൂലാണ്. അന റസൂലെന്നും പറയാലോ, ഞാൻ റസൂലാണ് എന്ന് പറയാം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് എന്ത് പറയാം, അന റസൂലുള്ളാഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് എന്ത് പറയാം, അന റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് ഉള്ള അള്ളാഹുവിന്റെ റസൂലാണ്. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും പറയാം, ഒന്നുകൂടി സ്ട്രോങ് ആക്കി പറയാം, അന റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ, നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. ഒക്കെ സംഗതി അതൊക്കെ ഖബർ തന്നെയാണ്. റസൂലുള്ളാഹി ഇലൈക്കും ജമീഅൻ ഖബറാണ്, റസൂലുള്ളാഹി ഇലൈക്കും ഖബറാണ്, റസൂലുള്ളാഹി ഖബറാണ്, റസൂല് ഖബറാണ്, ഒക്കെ ഖബർ തന്നെയാണ്. പക്ഷെ ഓരോ ഖബറിനും ആശയങ്ങൾ കുറച്ച് കൂടുതൽ നൽകുന്നുണ്ട്. പദങ്ങൾ കൂടുന്തോറും അതിന് നമുക്ക് ആശയങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ട്. മൊത്തത്തിലെ ഖബറാണ്, പക്ഷെ ഓരോന്നും നമ്മൾ തെർക്കീബ് വെക്കും, വ്യത്യാസം ഉണ്ടാവും. റസൂൽ എന്നുള്ളത് ഖബർ, അള്ളാഹി എന്നുള്ളത് മുലാഫി ഇലൈഹി, ഇലൈക്കും എന്നുള്ളത് ജാറ് മജ്റൂർ, ജമിയ എന്നുള്ളത് തേക്കീത്. അങ്ങനെ ഒക്കപ്പാടെ കൂടിയതാണ് ഖബർ. അങ്ങനെ പറയാം. ഏത് ഈ മുത്തത് ഖബറോ? എന്താ പറഞ്ഞ, എന്താ ചോദിച്ചേ? ഇതിൽ തന്നെ വരും, ഇതിൽ തന്നെ വരും. അൽ മുബ്തദ ഖബർ എന്ന് പറഞ്ഞിട്ട് പാഠം തന്നെ ഉണ്ട്.